ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്താണ് ഞാൻ ഉള്ളത്. ഈ മുണ്ടക്കൈ ഭാഗത്ത് നിരവധി ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് ഈ മുണ്ടക്കൈ ഭാഗത്തെ ആളുകളാണ്. ഇർഷാദ് എന്ന യുവാവുണ്ട്. ഇർഷാദ് എന്ന യുവാവിൻ്റെ ബന്ധുക്കൾ, പിതാവും സഹോദരനും ഉൾപ്പെടെ അവിടെ നിന്ന് മരിച്ചു എന്നുള്ള വിവരം ലഭിക്കുകയും അവിടെ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന സഹോദരൻ്റെ മകൻ പറയുകയും എന്താണ് അവിടെ നിന്നുള്ള വിവരം? അവിടെ ഇപ്പോൾ വിളിച്ചത് വെല്ലിപ്പാൻ്റെ മകനും വെല്ലിപ്പാൻ്റെ 2 മക്കളും കുടുങ്ങി കിടക്കുകയാണ്. അതിൽ ഒരുത്തന് എല്ലാം ലയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ടില്ല എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ആൾക്കാരൊന്നും അങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു അവരെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല റൂൾസ് കിട്ടണം. പൊളിക്കണമെങ്കിൽ മനുഷ്യനെ കൊണ്ട്, സാധാരണ ജനങ്ങളെ കൊണ്ട് പറ്റില്ല. നല്ല റൂൾസ് കിട്ടണം. ഇപ്പോൾ ഒരു മൃതദേഹം കൊണ്ടുപോവുകയാണ്. വീട് പൊളിച്ച സമയത്താണ് ഇത് ലഭിക്കുന്നത്. ആരുടേതാണ് എന്നോ ഒന്നും വ്യക്തമല്ല. എന്തായാലും അത് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. റിഷാദ്, ഇപ്പം അവിടെ ഉള്ളത് ജ്യേഷ്ഠൻ്റെ മകനാണോ? എൻ്റെ വല്യപ്പ, ഉപ്പാൻ്റെ അനിയൻ്റെ 2 മക്കള്, പിന്നെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മോനും കൂടി എൻ്റെ അടുത്തുണ്ട്. ഒരുത്തൻ എന്താണ് ജീവനോടെ രാവിലെ കുടുങ്ങി കിടക്കുകയാണ്. ഇത് ഏട്ടൻ്റെ മോനാണ്. ഞാൻ എൻ്റെ അപ്പച്ചിൻ്റെ ഏട്ടനാണ്. എൻ്റെ വാപ്പ തന്നെയാണ്. അപ്പോൾ വാപ്പയാണ് മരിച്ചത്. വാപ്പ മരിച്ചിട്ടുണ്ട്, ഏട്ടൻ മരിച്ചിട്ടുണ്ട്, ഏട്ടൻ്റെ മോൻ മരിച്ചിട്ടുണ്ട്, പിന്നെ പെങ്ങളെ മോൻ മരിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഏട്ടൻ്റെ മോനാണ് ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്ന് വിളിക്കുന്നത്. ഇവിടുന്ന് ഇനി 1.5 കിലോമീറ്റർ കൂടി എത്തണം. അങ്ങോട്ട് എത്താനുള്ള സംവിധാനം ഞങ്ങൾക്കില്ല. ഇപ്പോഴും ഫോണിൽ അയാൾ സംസാരിക്കുന്നത്, ഫോണിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഏട്ടൻ്റെ മോനാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇവർ പോയി. ബാക്കി ഒരാൾ ഇതിൽ സ്ലാവിൻ്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഓനെ രക്ഷിക്കാനാണ് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫയർഫോഴ്സിനെ ആരെങ്കിലും കൂട്ടിയിട്ട് വാന്നപ്പോൾ പറയുന്നത്. ഇപ്പോൾ വിളിച്ച് 2 മിനിറ്റ് മുമ്പ് വിളിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഈ വീടിൻ്റെ സ്ലാബിൽ കുടുങ്ങി കിടക്കുകയാണ്. വീടിൻ്റെ സ്ലാബിൽ കുടുങ്ങി കിടക്കുകയാണ്. ആൾക്ക് ജീവൻ ഉണ്ടായതുകൊണ്ടാണ് ഓന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്താൻ പറയുന്നത്. ഇപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടാൻ ഒന്നില്ലെങ്കിൽ ഹെലികോപ്റ്റർ മാർഗം വേണം. എന്താണ് ഒരു സംവിധാനം? ഇപ്പോൾ ഈ പുഴ കടക്കണം. ഈ പുഴ അങ്ങോട്ട് കടക്കാൻ നമ്മൾക്ക് ഇപ്പോൾ എന്തായാലും കടക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംവിധാനമാണ് വേണ്ടത്. അവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരുപാട് മുണ്ടക്കൈയിൽ പറഞ്ഞാൽ ഒരുപാട് കുടുംബമുണ്ട്. 100-700 കുടുംബമുള്ള നാടാണ് മുണ്ടക്കൈ. ഇതന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇവിടെയൊക്കെ വീടുകളായിരുന്നു. ഈ പ്രദേശം മൊത്തം വീടുകളായിരുന്നു. എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എൻ്റെ നാട് എന്താണ് അയക്കുന്നതെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഞാൻ മേപ്പാടിയാണ് ഞാൻ മേപ്പാടിയാണ് താമസം. അപ്പോൾ അവിടുന്ന് വന്നപ്പോഴുള്ള അവസ്ഥയാണ് മനസ്സിലാകുന്നത് നമുക്ക്. ഇതുപോലെ വളരെ വലിയ നിസ്സഹായ അവസ്ഥ അവിടെ ആളുകൾ ഇങ്ങോട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. അവരെ ബന്ധപ്പെടാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ നിരവധി ആളുകൾ അവിടെ ജീവൻ പൊലിഞ്ഞു എന്നുള്ള വിവരമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള സംവിധാനം വേണം. ആ സംവിധാനവുമായി രക്ഷാപ്രവർത്തകർ, സർക്കാർ സംവിധാനങ്ങൾ എത്രയും വേഗം അങ്ങോട്ട് എത്തണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്.